അടുത്തത് വേരിയൻസ് ആണ്. വേരിയൻസ്, അപ്പോൾ വേരിയൻസിന് നമ്മൾ പഠിച്ചു റോ മൊമെൻറ്റും സെൻട്രൽ മൊമെൻറ്റും പഠിച്ചു. രണ്ടാമത്തെ സെൻട്രൽ മൊമെൻ്റാണ് വേരിയൻസ് μ2. അതിൻ്റെ ഇക്വേഷൻ വരുമ്പം μ2ൻ്റെ ഇക്വേഷൻ നമ്മൾ റോ മൊമെൻറ്റ് വെച്ച് പഠിച്ചപ്പോൾ μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ദ ഹോൾ സ്ക്വയർ. μ2 ഡാഷ് എന്ന് പറയുമ്പം രണ്ടാമത്തെ റോ മൊമെൻറ്റ്, അതിൻ്റെ ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇത് വരുമ്പോൾ ഫസ്റ്റ് റോ മൊമെൻറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മുമ്പത്തെ പോലെ തന്നെ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് പകരം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല ഇട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇനി ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് വേറൊരു രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാം. അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന്. അതായത് ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. പഠിക്കുവാണെങ്കിൽ ഇത് ഡെറിവേഷൻ പഠിക്കുവാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് ചെയ്താൽ മതി. അതായത് നമ്മളിത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് വരുമ്പം എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് പ്ലസ് എക്സ്. ഇത് കണ്ടു, ഈ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായി പോയിട്ട് വീണ്ടും എക്സ് സ്ക്വയർ തന്നെ. ശരിക്കും എക്സ് സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു എക്സും പ്ലസ് ചെയ്തു മൈനസ് ചെയ്തു, എന്നിട്ട് ഇതിൽ നിന്ന് കോമൺ എടുത്തിട്ടാണ് ഇത് വരുന്നത്. കണ്ടോ, എക്സ് കോമൺ എടുക്കുമ്പം എക്സ് പ്ലസ് 1 ഇത് വന്നു മൈനസ് അതാണ് തിരിച്ചെടുത്തേക്കുന്നത്. ഇവിടെ ഇത് മൈനസും ഇത് പ്ലസും ആണെങ്കിൽ ഇവിടെ മൈനസ് ആവില്ല. എക്സ് മൈനസ് 1 പ്ലസ് എക്സ് ആ സാധനമാണ് ഇത്. ഓക്കെ, നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തിരിഞ്ഞു പോയല്ലേ, ഇങ്ങനെ തന്നെ വേണം. ഇവിടെ പ്ലസ് ആണ് വരുന്നത്. നമുക്ക് ഈ ടേമിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം ആദ്യത്തെ മീനിൻ്റെ ടേം ആവും അപ്പുറത്തേത്. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഇതിനി സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n. ഇതിനെയും ഇതോർത്ത് രണ്ട് ടേം അല്ലേ, അതായത് ഈ ഒരു ടേം പ്ലസ് ഈ ഒരു ടേം. ഇപ്പോൾ നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ എങ്ങനെ, ഇതിനെ ഇതും കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, പ്ലസ് ഇടുന്നു, പിന്നെ ഇതിനെ ഇതും കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, എന്നിട്ട് അത്രയും വലിയ ടേമിൻ്റെ സം എടുക്കുന്നു. അതിലും എളുപ്പം. അപ്പോൾ നമുക്ക് ഈ സമ്മേഷനെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും ആദ്യത്തെ ഈ ടേമിന് സമ്മേഷൻ കൊടുക്കാം, പ്ലസ് അടുത്ത ടേമിന് സമ്മേഷൻ കൊടുക്കാം. രണ്ടിനും കൊടുക്കണം. ഓക്കെ, രണ്ടിനും മാറ്റി മാറ്റി കൊടുക്കാമല്ലോ. അതെല്ലാം കൂടെ ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ എഴുതുന്നത്. ആദ്യത്തെ സമ്മേഷൻ എഴുതി ഈ ടേം, ഈ പ്ലസിൻ്റെ മുന്നേയുള്ള ഈ ടേം ഇൻറ്റു ഈ ഫുൾ ടേം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇനി അടുത്തത് പ്ലസ് ഇട്ടിട്ട് ഇപ്പോൾ സം ഇടാൻ മറക്കല്ലേ. സമ്മ് എക്സ് ഇസ് ഈക്വൽ ടു 0 to n എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇത് നോക്കിക്കേ, ഇതേ സാധനമല്ലേ നമ്മളിപ്പം ഈ സൈഡിൽ എഴുതിയേക്കുന്നത് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് കിട്ടി എൻ പി എന്നുള്ളത്. അതിനി ഇവിടെ കൊടുക്കാം. അടുത്തത് ഇവിടെ എൻ പി എന്ന് കൊടുക്കാം. പിന്നെ ഇതിന് ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാം. അത് രണ്ടും ഒന്നിച്ച് ചെയ്യാം. ഈ എൻ സി എക്സ് നമുക്ക് ഫോർമുല വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 to n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പം ഇതിനകത്ത് നമ്മൾ മുമ്പേ ചെയ്തപ്പം n ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ വരെ എഴുതി. അപ്പം n മൈനസ് 1 ഫാക്ടോറിയൽ n മൈനസ് 2 ഫാക്ടോറിയൽ വരെ എഴുതാമല്ലോ. ആ സംഭവം ക്ലിയർ ആയോ? അതായത് ഇപ്പം n ഫാക്ടോറിയൽ എന്ന് എടുത്താൽ n ഇൻറ്റു
എന്നിൽ നിന്ന് 1 കുറയ്ക്കുന്നത് n-1 ഇൻറ്റു n-2 ഇൻറ്റു അങ്ങനെ 1 വരെയാണ് പോകുന്നത്. 1 വരെ പോകും. അപ്പോൾ ഈ n-1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം നോക്ക്, n-1 ഇൻറ്റു n-2 ഇൻറ്റു ഇങ്ങനെ 1 വരെ. ഇത് സംശയം വരുമോ? ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആവും. അതായത് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു -1 ഇൻറ്റു അടുത്ത ഇതിൽ നിന്ന് ഒന്നുകൂടെ കുറയ്ക്കുമ്പം ഈ മൈനസും പ്ലസ് ആയിട്ട് -2, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, 2 കുറയ്ക്കുന്നു, 3 കുറയ്ക്കുന്നു, അങ്ങനെ 2 ഇൻറ്റു 1 വരെ. ഇതാണ് ഫാക്ടോറിയൽ. ഇനിയിപ്പം n-1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നത്? n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു എക്സെട്ര 2 ഇൻറ്റു 1. അതാണ് മുമ്പേ നമ്മൾ n ഫാക്ടോറിയലിന് അങ്ങനെ എഴുതിയത്, n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. കാരണം ഇത് നോക്ക്, ഈ ഫുൾ ഇത് തന്നെയല്ലേ ഇത് മൊത്തം, ഇതിന് മൊത്തം കൂടെ നമുക്കിപ്പോൾ n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അതാണ് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതിയത്. അപ്പോൾ ഇനി n-2 ഫാക്ടോറിയൽ എഴുതുമ്പോഴും n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4 ഇൻറ്റു എക്സെട്ര 2 ഇൻറ്റു 1. അങ്ങനെ കുറഞ്ഞ് 2 ഇൻറ്റു 1 വരെ. അപ്പോൾ അതേ സംഭവം നമുക്ക് എന്നിന് ഒരെണ്ണം കൂടെ അപ്പുറത്ത് എഴുതാം. n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ. കണ്ടോ? അങ്ങനെ പോവും. അതായത് ഒരു നമ്പർ വെച്ച് ഇപ്പോൾ എഴുതി കാണിക്കുവാണെങ്കിൽ ഇപ്പം 5 ഫാക്ടോറിയലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റേത് വരുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതിനെ നമുക്ക് 4 ഫാക്ടോറിയൽ വരുമ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതേ സംഭവമല്ലേ ഇത്രയും. അതാണ് ഈ എക്സെട്ര ഇട്ട് കൊടുത്തേക്കുന്നത്. എത്ര വേണേലും ടേം ഇവിടെ വരാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം, 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതേ സാധനമാണ് ഇവിടെ എഴുതുന്നത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഓർത്തിരുന്നാൽ മതി. ഇപ്പം ഇവിടെ വരുമ്പം നമുക്കിവിടെ 2 ടേം ഉണ്ട്. മുമ്പേ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എക്സ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ 2 ടേം ഉണ്ട്, എക്സും ഉണ്ട് x-1 ഉണ്ട്. അപ്പോൾ x-1 ഫാക്ടോറിയൽ വരെ എടുത്താൽ പോരാ, x-1ഉം അതിൻ്റെ അപ്പുറത്ത് ടേം x-2 ഫാക്ടോറിയൽ എടുക്കാം. സമ്മേഷൻ x is equal to 0 to n x ഇൻറ്റു x-1 n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഇവിടെ വരുന്ന എക്സ് ഇൻറ്റു x-1 ഇൻറ്റു x-2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ഇവിടെ -2 വരെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ -2 മൈനസ് x-2 ഇത്രയത്തിൻ്റെ ഫാക്ടോറിയൽ. ഇനി ഇവിടെ ഇത്ര ഒരു ടേമാണ് ഇൻറ്റു ഈ p⁻x എന്നുള്ളത് ഇവിടെ 2 അല്ലേ വരുന്നത്. നമ്മൾ മറ്റേ -1 ഉള്ളത് ഇവിടെ -1 ആയപ്പോഴാണ് p⁻x-1 എന്നിട്ടത്. ഇതിപ്പം -2 വന്നതുകൊണ്ട് +2 എന്നിടുന്നു. p⁻x-2 +2. ഓക്കെ. പിന്നെ q⁻n-2 മൈനസ് x-2 പ്ലസ് np. ഈ np എന്നുള്ളത് ഇതിൻ്റെ ഈ np എന്നുള്ളത് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഴുതുന്നതിന് മുന്നേ ഇവിടെ ഈ എക്സും ക്യാൻസലായി പോകും, x-1 ക്യാൻസലായി പോകും. ഈ n ഇൻറ്റു n-1 കോൺസ്റ്റൻറ്റാണ്, അത് വെളിയിലെടുക്കാം. അതിനകത്ത് എക്സ് എന്നുള്ള ടേം ഇല്ലല്ലോ. ഇത് വെളിയിലെടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് NCX ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത് വെളിയിലെടുക്കാത്തത്, ഈ n-2. പിന്നെ ഇവിടെ ആണെങ്കിലും ഈ നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പി ടേം എങ്ങനെ വരും? p⁻x-2 ഇൻറ്റു p⁻2 എന്നാണ് വരുന്നത്. p⁻2ഉം കോൺസ്റ്റൻ്റ്, അതും വെളിയിലെടുക്കാം. അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു p⁻2 സമ്മേഷൻ x is equal to 0 to n. പിന്നെ ഈ ബാക്കി വരുന്നത് n-2 ഫാക്ടോറിയൽ ഇൻറ്റു x-2 ഫാക്ടോറിയൽ ഇൻറ്റു n-2 മൈനസ് x-2 ഫാക്ടോറിയൽ. p⁻2 ഇവിടെ ബാക്കി വരുന്നത് x-2 ഇൻറ്റു q⁻n-2 മൈനസ് x-2.
പ്ലസ് എൻ പി. ഇനിയും ഈ ടേം നമുക്ക് മുമ്പത്തെ പോലെ തന്നെ കോമ്പിനേഷൻ്റെ എക്സ്പാൻഷൻ, അത് നമുക്ക് അല്ലാതെ എഴുതാം. n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു n മൈനസ് 2 ഇൻ സി എക്സ് മൈനസ് 2 എന്ന് എഴുതാമല്ലോ. ഇത് പി റൈസ് ടു എക്സ് മൈനസ് 2 ക്യൂ റൈസ് ടു n മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 പ്ലസ് എൻ പി. മുമ്പേ എഴുതിയതുപോലെ തന്നെ ഈ ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ തന്നെ. സമ്മേഷൻ ഉണ്ട്. ഈ എൻ മറ്റേടത്ത് വരുമ്പം എൻ സി എക്സ് എ റൈസ് ടു എക്സ് ബി റൈസ് ടു എൻ മൈനസ് എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ ഈ എൻ സി എക്സിന് പകരം എന്നിൻ്റെ അവിടെ എൻ മൈനസ് 2, എക്സിൻ്റെ അവിടെ എക്സ് മൈനസ് 2, പി എന്ന് എയുടെ അവിടെ പി ഒരു കോൺസ്റ്റൻറ്റ്, അതേ റൈസ് ടു എക്സ് മൈനസ് 2, എക്സിൻ്റെ അവിടെ എക്സ് മൈനസ് 2. അതുപോലെ തന്നെ പിന്നെ എൻ മൈനസ് എക്സ് എന്ന് പറയുന്നതിന് പകരം എന്നിൻ്റെ അവിടെ എൻ മൈനസ് 2 മൈനസ് എക്സിൻ്റെ അവിടെ എക്സ് മൈനസ് 2. മനസ്സിലായില്ല? അപ്പോൾ അത് നമ്മൾ റിസൾട്ട് വെച്ചിട്ട് മാറ്റി എഴുതുക. അത് ഇപ്പുറത്ത് എഴുതണം, മറ്റേത് എഴുതിയതുപോലെയാണ് റിസൾട്ട് എന്ന് ആൻസർ എഴുതുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എഴുതാത്തത്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ, എക്സാം എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ, ഇത് ഇത്രയും കൂടെ എ പ്ലസ് ബി എന്നുള്ളതിന് പകരം എയുടെ അവിടെ പി, ബിയുടെ അവിടെ ക്യൂ റേസ് ടു എന്നിൻ്റെ ഭാഗത്ത് എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എന്നിൻ്റെ ഇതല്ലേ വന്നത്. അപ്പം എന്നിൻ്റെ ഭാഗത്ത് എന്തോ n മൈനസ് 2 എന്നാണ്. അപ്പോൾ ഇവിടെ n മൈനസ് 2 എന്ന് എഴുതണം. മനസ്സിലായോ? എൻ സി എക്സ് മുമ്പത്തേത് വെച്ച് നോക്കുമ്പം ഈ ഭാഗത്ത് കണ്ടില്ലേ, എൻ സി എക്സ് എ റൈസ് ടു എക്സ് ബി റൈസ് ടു എൻ മൈനസ് എക്സ്. ഈ എന്നിൻ്റെ ഭാഗത്ത് അവിടെ വരുമ്പോൾ n മൈനസ് 2, എക്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എക്സ് മൈനസ് 2. ഇവിടെ വരുമ്പോൾ അപ്പം ഇവിടെ മാറി എക്സ് മൈനസ് 2. ഇവിടെ n മൈനസ് 2 ഒരു ടേം മൈനസ് എക്സ് മൈനസ് 2. അതുകൊണ്ടാണ് ഈ എന്നിൻ്റെ ഭാഗത്ത് നമ്മൾ n മൈനസ് 2 ഇട്ട് കൊടുക്കും. എയുടെ ഭാഗത്ത് ഇവിടെ എന്തോ പി ആയിരുന്നു, അതിട്ട് കൊടുക്കും. ബിയുടെ ഭാഗത്ത് ഇതിൻ്റെ താഴെ എന്തോ ആയിരുന്നു, ക്യൂ. പി പ്ലസ് ക്യൂ ദ ഹോൾ റൈസ് ടു n മൈനസ് 2. ഇവിടെ ഒരു എൻ പി ഉണ്ട്, പ്ലസ് എൻ പി ഈക്വൽ ടു. ഇനിയും ഈ പി പ്ലസ് ക്യൂ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 വരുന്നത്. അപ്പോൾ ഇത് 1 റൈസ് ടു n മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ല വരുന്നത്. അപ്പോൾ അതിന് എഴുതാണ്ടല്ലോ n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് എൻ പി. ഇനി ഇത് ഓപ്പൺ ചെയ്യാം, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം, ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. n ഇൻറ്റു n സ്ക്വയർ മൈനസ് n ഇൻറ്റു 1 n. ഇത് ഇത്രയും ഒരു ടേമാണ്. ഇത് മൊത്തം കൂടെ പി സ്ക്വയറിനെ ഇൻറ്റു ചെയ്യുന്നത്, പി സ്ക്വയർ പ്ലസ് എൻ പി. ഇനി അത് ചെയ്യുമ്പം n സ്ക്വയർ ഇൻറ്റു പി സ്ക്വയർ, ഇങ്ങനെ n സ്ക്വയർ പി സ്ക്വയർ മൈനസ് n പി സ്ക്വയർ പ്ലസ് എൻ പി. ഇതാണ് ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നല്ലേ, എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു, എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ ബി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചു എൻ പി ആണ് വരുന്നത്. എൻ പിയുടെ സ്ക്വയർ അപ്പോൾ എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ്, ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞു പവർ 2 സാധനങ്ങൾ ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ പവർ വരുമ്പോൾ ആ പവർ 2-നും വിട്ടു കൊടുക്കാം, ഇതിന് വിട്ടു കൊടുക്കാം, ഇൻറ്റു ഇതിന് വിട്ടു കൊടുക്കാം. എൻ സ്ക്വയർ പി സ്ക്വയർ, അപ്പോൾ കണ്ടോ പ്ലസ് എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. പിന്നുള്ളത് എൻ പി മൈനസ് എൻ പി സ്ക്വയറാണ് വരുന്നത്, എൻ പി മൈനസ് എൻ പി സ്ക്വയർ. ഇതിനകത്തുനിന്ന് എന്തൊക്കെ കോമൺ എടുക്കാം, എന്നും പിയും കോമൺ എടുക്കാം. ഇവിടെ എൻ പി കോമൺ എടുക്കാം, കണ്ടോ ഇവിടെ എന്നും പി ഉണ്ട്, ഇവിടെ എന്നും പി ഉണ്ട്, ഒരു പിയും കൂടെ ഉണ്ട്. ഇവിടെ എന്നും പി ഉണ്ട്, ഇവിടെ ഒരു പിയും കൂടെ ഉണ്ട്.
അപ്പം നമ്മൾ ഈ പി മാത്രമാണ് നിർത്തി. ഇവിടെ അപ്പം എൻ പി പോയാൽ പിന്നെ ഒന്നേ ഉള്ളൂ, 1 മൈനസ് എൻ പി സ്ക്വയറിൽ എന്നും പിയും പോയാൽ ഇവിടെ 2 പി ഇല്ലേ ഇൻറ്റു ചെയ്യുന്നിടത്ത്, അപ്പം ഈ പി അവിടെ നിർത്തുക. 1 മൈനസ് പി എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മൾ നേരത്തെ പഠിച്ച ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി, അതായത് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. ക്യൂ എന്ന് പറയുമ്പോൾ പി അപ്പുറത്ത് പോകുമ്പം ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി. സിൻസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ക്യൂ ഇട്ട് കൊടുക്കാം. എൻ പി ക്യൂ ആണ് വേരിയൻസ്.